എന്താണ് ഫാറ്റി ലിവർ രോഗം? ഫാറ്റി ലിവർ രോഗത്തെ ഭയക്കണം. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന രോഗമാണ് ഫാറ്റി ലിവർ. കരളിൻ്റെ ഭാരത്തിൻ്റെ 5% കൂടുതൽ കൊഴുപ്പ് വരുമ്പോഴാണ് ഇതൊരു പ്രശ്നമായി കണക്കാക്കുന്നത്. അമിതവണ്ണം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, അമിത മദ്യപാനം തുടങ്ങിയവ മൂലമാണ് രോഗമുണ്ടാകുന്നത്. 2 തരത്തിലാണ് ഫാറ്റി ലിവർ രോഗമുള്ളത്. അമിത മദ്യപാനം കാരണമുണ്ടാകുന്ന ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും അമിതഭാരം, ഇൻസുലിൻ പ്രതിരോധം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും. ഇനി ഫാറ്റി ലിവറിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ നിശബ്ദമായി പുരോഗമിക്കുന്ന ഈ രോഗം കരളിന് കാര്യമായ തകരാറുകൾ വന്നു തുടങ്ങുമ്പോൾ മാത്രമാണ് പുറത്തേക്ക് ലക്ഷണങ്ങൾ പ്രകടമാക്കുക. നന്നായി വിശ്രമിച്ച ശേഷവും വിട്ടുമാറാതിരിക്കുന്ന കടുത്ത ക്ഷീണവും കുറഞ്ഞ ഊർജത്തിൻ്റെ തോതും കരൾ രോഗത്തിൻ്റെ ലക്ഷണമാണ്. അമിതവണ്ണം ഇല്ലാത്തവരിൽ പോലും അടിവയറ്റിലെ കൊഴുപ്പടിയൽ ഫാറ്റി ലിവർ ലക്ഷണമായി കരുതാം. ചർമ്മത്തിന് കറുപ്പ്, കഴുത്തിൻ്റെ മടക്കിലും കക്ഷങ്ങളിലുമൊക്കെ ചർമ്മം ഇരുണ്ട നിറത്തിലേക്ക് മാറുന്നത് അക്കാന്തോസിസ് നിഗ്രിക്കൻസ് എന്ന അവസ്ഥ മൂലമാണ്. ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ഒരു സൂചനയാണ്. രക്തത്തിൽ കാണപ്പെടുന്ന ഒരു തരം കൊഴുപ്പാണ് ട്രൈഗ്ലിസറൈഡുകൾ. സാധാരണ രക്തപരിശോധനയിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഉയർന്ന ട്രൈഗ്ലിസറൈഡ് തോത്. ഫാറ്റി ലിവർ രോഗത്തിൻ്റെ അടയാളമാണിത്. അകാരണമായി ഭാരം വർദ്ധിക്കുന്നതും ഡയറ്റും വ്യായാമവും ഒക്കെ ചെയ്തിട്ടും ഭാരം കുറയാതിരിക്കുന്നതും ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമാണ്. ലാബ് പരിശോധനകളിൽ ലിവർ എൻസൈമുകളായ ALT, AST തോതുകൾ ഉയർന്നിരിക്കുന്നതും ഫാറ്റി ലിവറിൻ്റെ സൂചനയാണ്. ഇനി എന്തൊക്കെയാണ് ഫാറ്റി ലിവറിൻ്റെ ചികിത്സാ രീതികളെന്ന് നോക്കാം. ഫാറ്റി ലിവറിനുള്ള പ്രധാന ചികിത്സ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ശരീരഭാരം കുറയ്ക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, പതിവായി വ്യായാമം ചെയ്യുക, മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക, പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ധാരാളം വെള്ളം കുടിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക തുടങ്ങിയ മാറ്റങ്ങളും ഗുണം ചെയ്യും.